ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേരുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ചേച്ചി എന്തെങ്കിലും ചെറിയൊരു വർക്ക് മതി, ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു ദിവസം ഒരു 10 രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോലി മതി, എന്തെങ്കിലും ക്യാപ്ചർ ടൈപ്പിംഗ് ഉണ്ടോ, അതേപോലെ ഓൺലൈനായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് പൈസ വാങ്ങാൻ പറ്റുന്ന എന്തെങ്കിലും ജോലി ഉണ്ടോ, ഡാറ്റ എൻട്രി ഉണ്ടോ, മൊബൈലിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരോട് പറയുകയാണ്, അങ്ങനെ ഒരുപാട് വർക്കുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സൈറ്റുകളുണ്ട്, ജെനുവിൻ ആയിട്ടുള്ള സൈറ്റുകളുണ്ട്, ജെനുവിൻ ഇല്ലാത്ത സൈറ്റുകളുണ്ട്. ജെനുവിൻ ആയിട്ട് ഇപ്പോൾ നമുക്ക് ഒരു ദിവസം ടൈപ്പ് ചെയ്ത് കൊടുത്ത് 10 രൂപ 20 രൂപയൊക്കെ നേടാൻ പറ്റുന്ന ഒരുപാട് സൈറ്റുകളുണ്ട്. ഞാനിപ്പോൾ ഉണ്ണിക്കായ ടൈമിൽ, ആദ്യത്തെ മോനായ ടൈമിൽ എന്തെങ്കിലും വീട്ടിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച സമയത്ത് ഞാൻ ഒരുപാട് അങ്ങനത്തെ ജോബുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നെ സംബന്ധിച്ച് ഈ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ ടൈമാണ്, ചെറിയ ഉണ്ണികളൊക്കെ ഉള്ളൊരു സമയത്ത്. കാരണം നമുക്ക് ആകെ പകലോ രാത്രി നമുക്ക് ആകെ കുറച്ച് ടൈമൊക്കെ കിട്ടുള്ളൂ. ചെറിയ ഉണ്ണികളൊക്കെ ആകുമ്പോൾ അവർ ഉറങ്ങുന്ന ടൈം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ടൈം നമുക്ക് ചിലപ്പോൾ നമുക്ക് നേരത്തെ ഫുഡ് കഴിക്കാൻ പോലും നമുക്ക് ചെറിയ ഉണ്ണികളൊക്കെ ആകുമ്പോൾ ടൈം കിട്ടിയെന്ന് വരില്ല. പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ അലക്കാൻ, അങ്ങനെ നമുക്ക് കുറച്ച് ടൈം അത് ചിലപ്പോൾ ഉണ്ണികൾ ഉറങ്ങുന്ന ടൈം അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ക്യാപ്ചർ ടൈപ്പിംഗ് ജോബുകളും ഡാറ്റ എൻട്രി ജോബുകളും ഒക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് ജെനുവിനായിട്ട് സൈറ്റുകളുണ്ട്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്, അത് നമ്മൾ ഇപ്പം 1 രൂപ അല്ലെങ്കിൽ ഒരു ദിവസം 1 രൂപ ചിലപ്പോൾ 10 രൂപയ്ക്ക് കിട്ടുള്ളൂ. ആ 10 രൂപ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് ടൈം വർക്ക് ചെയ്യേണ്ടി വരും. ഒരുപാട് ടൈം മൊബൈൽ യൂസ് ചെയ്തിട്ട് ഒരുപാട് ടൈം നമ്മൾ വർക്ക് ചെയ്താലാണ് ആ 10 രൂപ കിട്ടുക. ചില വർക്കുകളാണെന്നുണ്ടെങ്കിൽ അതിൽ പറയും 500 രൂപയായാൽ മാത്രമേ, അല്ലെങ്കിൽ വേണ്ട ഒരു 250 രൂപയായാൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആവുള്ളൂ എന്ന് പറയും. അങ്ങനെ നമ്മൾ മാസങ്ങളോളം ആ 250 രൂപ 500 രൂപയ്ക്ക് നമ്മൾ വേണ്ടി കഷ്ടപ്പെടേണ്ടി വരും. ചിലപ്പോൾ അത് അത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞ്, അത്രയും നാളുകൾ നമ്മൾ കഷ്ടപ്പെട്ട് ആ ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടോ ചിലപ്പോൾ നമുക്കത് എന്തെങ്കിലും അതിൽ ഇറർ കാണിച്ച് എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ച് നമുക്കത് കിട്ടാതെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്കിത് ഒരുപാട് വിഷമമായിട്ടുണ്ട്. അതേപോലെ മറ്റുള്ളവർക്ക് വിഷമമാവരുത് വെച്ചിട്ടാണ് ഞാൻ അതേപോലത്തെ വീഡിയോസ് മാക്സിമം ഒഴിവാക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് നമ്മുടെ ചാനലിൽ ടോപ്പിക് ഇതായതുകൊണ്ട് എനിക്ക് ഒരുപാട് അതേപോലത്തെ വർക്കുകൾ അറിയാം, സൈറ്റുകൾ ഒക്കെ അറിയാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇട്ടിട്ട് നമ്മുടെ ചാനലിൽ വ്യൂസ് ഉണ്ടാക്കാനാണ് നമുക്ക് ഒരുപാട് അതേപോലത്തെ വർക്കുകളെ പറ്റി വീഡിയോസ് ഇടാം. അപ്പം അത് മാക്സിമം മറ്റുള്ളവരുടെ ടൈം യൂട്ടിലൈസ്, എനിക്ക് എൻ്റെ ഒരു അവസ്ഥ, എൻ്റെ സിറ്റുവേഷനിലുള്ള ഒരുപാട് പേരായിരിക്കും വീഡിയോസ് കാണുന്നത് ഹൗസ് വൈഫ് ആയിരിക്കും, ചെറിയ കുട്ടികളുള്ളവരായിരിക്കും. അപ്പോൾ അവരുടെ ടൈം വെറുതെ വേസ്റ്റ് ആവരുത്, നമ്മളിട്ട് വീഡിയോസ് കണ്ട് ഓരോന്ന് ചെയ്ത് നോക്കി ടൈം വേസ്റ്റ് ആവരുതെന്ന് വിചാരിച്ചിട്ടാണ്. ടൈം വേസ്റ്റ് ആവുമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 10 രൂപയോ അല്ലെങ്കിൽ ഒരു 5 രൂപയോ മതി എന്നുണ്ടെങ്കിൽ അതേപോലത്തെ ജോബുകൾ ചെയ്യാം. പക്ഷെ നിങ്ങൾ എടുക്കുന്ന ടൈം ഒരുപാടാണ്. ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ നമ്മൾ ഉണ്ണീനെ വെച്ച് കഷ്ടപ്പെട്ടായിരിക്കും നമുക്ക് ഈ 5 രൂപ 10 രൂപ ഒക്കെ കിട്ടണത്. എന്ന് വെച്ചാൽ നമുക്ക് അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സൈറ്റിൽ ക്യാപ്ചർ ടൈപ്പിംഗ് ജോബാണെന്ന് വിചാരിക്കുക. നമ്മൾ ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് നമുക്കൊരു 10 രൂപ കിട്ടി, 20 രൂപ കിട്ടി, നാളെ മറ്റൊന്ന് നമുക്കതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. അങ്ങനത്തെ ജോലിയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഇന്നൊരു 10 രൂപ കിട്ടി, നമ്മൾ നന്നായി വർക്ക് ചെയ്താൽ ഭാവിയിൽ നമുക്ക് പിന്നെ ഏണിങ്സ് കൂടും. അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുക, നമുക്കൊരു നിസ്സാരമായിട്ടുള്ള പൈസ കിട്ടും. അപ്പം അങ്ങനത്തെ വർക്കുകളായതുകൊണ്ടാണ് ഞാൻ അത്തരം വർക്കുകൾ പ്രോത്സാഹിപ്പിക്കാത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്കത് അങ്ങനത്തെ വർക്കുകൾ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാനത് വീഡിയോസായിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വീഡിയോയിൽ വന്നത്. താങ്ക് യു.